എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ആളെ ചോദ്യം ചെയ്ത ടിടിന് ട്രെയിനിൽ നിന്ന് കല്ലിട്ട് പോയി. ഒറീസ സ്വദേശിയാണ് കല്ലിട്ട് വന്നത്. നിങ്ങളൊക്കെ അത് കേട്ടപ്പോൾ എന്ത് തോന്നും? അയാളെ ആ ഉദ്യോഗസ്ഥന്റെ ജോലിയാണ് ചെയ്തത്. ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പോയി. അതുപോലെ തന്നെ ജിഷ വധക്കേസിലെ പ്രതിയുടെ കാര്യം അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആലുവയിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ കാര്യം. ഈ പ്രതികൾ ഇന്ന് തിരുവനന്തപുരത്ത് വൃദ്ധയെ ദാരുണമായി കൊന്നിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോയി ഒരു ടാങ്കിലിട്ട ഒരു പ്രതിയെ ഇന്ന് ചെന്നൈയിൽ വെച്ചിട്ട് തമിഴ്നാട്ടിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. ആ പ്രതിനെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന വികാരം എന്താ? അവനെ കൈ കിട്ടിയാൽ ഒരടിയെങ്കിലും ഒരു അടി കൊടുക്കണം എന്ന് നിങ്ങളിൽ തോന്നാത്തവർ എത്ര പേരുണ്ടാവും? എത്ര പേരുണ്ടാവും? അവനോ കൈ കിട്ടിയ 2 എണ്ണം പൊട്ടിക്കണമെന്ന് തോന്നാത്ത എത്ര പേരുണ്ടാവും? അങ്ങനെ തല്ലണം എന്ന് തോന്നുന്നവർ അറിഞ്ഞിരിക്കേണ്ട അല്ലെ കേട്ടിരിക്കേണ്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ വാളകം എന്ന സ്ഥലത്ത് വെച്ചിട്ട് നടന്ന സംഭവം. അരുണാചൽ സ്വദേശി അശോക് ദാസ് എന്ന ആൾ സുഹൃത്തായ തന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന പെൺസുഹൃത്തിനെ കാണാൻ വേണ്ടി ആ സ്ഥലത്ത് എത്തുകയും ആ പെൺസുഹൃത്തും അതിന്റെ ആ കുട്ടിയുടെ ഒരു സുഹൃത്തും കൂടി ഉള്ള വീട്ടിലേക്ക് ഇയാൾ ചെല്ലുകയും അവർ സംസാരിച്ചിരിക്കുകയും പെൺകുട്ടി ഈ അശോക് ദാസിന്റെ പെൺകുട്ടിക്ക് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ സമയമാവുകയും അശോക് ദാസും കൂടെ വരികയും ചെയ്തു. പെൺകുട്ടി ജോലി സ്ഥലത്തേക്ക് പോയി അശോക് ദാസ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മറ്റേ പെൺകുട്ടി സുഹൃത്തിനെ വിളിക്കുകയാണ്. അശോക് തിരിച്ചു വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. ആ പെൺകുട്ടി പറയുകയാണ്, ഞാനിപ്പോ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു ജോലി സ്ഥലത്ത് നിന്ന് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇവര് 3 പേരും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. പോയിട്ട് എന്തിനാണ് തിരിച്ചു വന്നത് എന്ന് ചോദിച്ചിട്ട് ഈ ഇന്ത്യക്കാരന് ദേഷ്യം നിന്നു. അതായത് അശോക് ദാസിന്റെ ദേഷ്യം വന്നു. അവിടെയുള്ള ടേബിളും ഇതൊക്കെ പൊട്ടിച്ച് മറ്റേ അലമാരയിലെ ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിച്ചിട്ട് ചോര ഒലിച്ച് താഴത്തേക്ക് ഇറങ്ങി. അവിടുത്തെ ബഹളം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് നാട്ടിലെ കുറച്ച് 2-3 ചെറുപ്പക്കാർ ഇത് കണ്ടിട്ട് എവിടെന്നാ വരുന്നത്, എന്ത് പറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇയാൾ അവിടെ കുറച്ചേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞു, എനിക്ക് കാലത്ത് അപകടം പറ്റിയാന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാലത്ത് അപകടം പറ്റിയത് രാത്രി വരെ ഇത്രയും ചോരയൊന്നും നിൽക്കണില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ആൾക്കാരൊന്ന് കണ്ണേറ്റപ്പോ ഇയാള് അവിടുന്ന് വീടിന്റെ പുറകുവശത്തോടെ ഓടി. നാട്ടുകാർ കൂടെ ഓടി ഓടിച്ചിട്ട് പിടിച്ചു. കാരണം ഓടിച്ചിട്ട് പിടിച്ചു. നാട്ടുകാർക്ക് അറിയില്ല ഇത് എന്താ സംഭവം എന്നറിയില്ല, എന്താണ് കാര്യം എന്നറിയില്ല. ചിലപ്പോ ഒരു കൊലപാതകം നടത്തിയോ ഒരു മോഷണം നടത്തിയോ അങ്ങനെയാണ് ഓടിയോന്ന് അറിയില്ല. നാട്ടുകാർ പിടിച്ചു. അതിന് 2 ദിവസം മുമ്പാണ് ഈ നമ്മുടെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവം കൂടി ഓർമ്മ. അപ്പൊ എന്തുകൊണ്ടാണ് അറിയാൻ വേണ്ടിയിട്ട് അവര് ഓടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞ ശേഷം കുറച്ചു പേര് നേരെ നമ്മുടെ ഒരു തൂണുമേല് അയാളെ അശോക് ദാസിനെ കെട്ടിയിട്ട്, അപ്പൊ നേരത്തെ തന്നെ ചോരയൊക്കെ കയ്യും കാലൊക്കെ കുത്തി ചോരയൊക്കെ ഒഴിക്കൊണ്ടിരുന്നു. കെട്ടിയിട്ടിട്ട് തല്ലാൻ തുടങ്ങി. പോലീസിനെ വിളിച്ച് അവർ വരുന്നതിന് മുമ്പ് തന്നെ ഇവര് തല്ലാൻ തുടങ്ങി. പോലീസ് വന്നപ്പോഴേക്കും ഇയാൾക്ക് തീരെ അവശനായി, അടി കൊണ്ടിട്ടൊക്കെ അവശനായി. പോലീസ് നേരെ ജീപ്പിലാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അയാൾ അശോക് ദാസ് മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു നോക്കുമ്പോൾ നെഞ്ചിലും തലയ്ക്കും കിട്ടിയ പ്രഹരമാണ് മരണകാരണമെന്ന് തോന്നുന്നു. പ്രശ്നം എന്താണെന്നറിയാമോ? 10 പ്രതികളാണ് ആൾക്കൂട്ട ആക്രമണം എന്ന കേസായി, അതായത് കൊലപാതക കേസിലെ പ്രതികളായി 10 പേര് ആ നാട്ടിൽ. ഈ 10 പേർക്ക് മുൻപ് ക്രിമിനൽ കേസുകളോ ഒന്നും തന്നെ ഇല്ലാത്തവര് ഇപ്പൊ കൊലക്കേസിലെ പ്രതികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയും. നമുക്ക് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവും. അത് എന്തോരം കൺട്രോൾ ചെയ്ത് വെക്കണമെന്നുള്ള ഇതാണിത്. സാധാരണക്കാരായ
വീട്ടിലെ ഒരുവിധം ജോലികളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് നടക്കുന്ന അവര് ഇപ്പൊ കൊലക്കേസിലെ പ്രതികളായി. 10 11 കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. അശോകദാസിന്റെ ഉൾപ്പെടെ 11 കുടുംബങ്ങളാണ് അനാഥമായത്. അപ്പൊ ആലോചിക്കുക, പലപ്പോഴും നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ അയാളെ ഓടിച്ചിട്ട് അയാളെ ഓടിച്ചിട്ട് നാട്ടുകാർ പിടിച്ച് കെട്ടി പോലീസ് തന്നെ ഒരു വെയിറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഒരാളെ ആക്രമിക്കാനോ തല്ലാനോ ഇപ്പൊ തല്ലാനോ ചെയ്യരുത്, തല്ലരുത്. പണ്ടൊക്കെ തമാശ രൂപത്തിൽ പറയും, റോട്ടിൽ ഒരാൾ ഇപ്പൊ ബസ് പോക്കറ്റ് അടിച്ച ഒരാളെ റോട്ടിലിട്ട് ആൾക്കാർ ചോദ്യം ചെയ്യണം, 1-2 പേര് തല്ലണ സമയത്ത് വന്നവരും പോന്നവരൊക്കെ, അതായത് എന്താ കാര്യം എന്ന് അറിയില്ല, വന്നവരും പോന്നവരൊക്കെ തല്ലിട്ട് പോണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ട്. എന്താണ് അത്? പിന്നെ മോഷണം ഒരു പെങ്കൊച്ചിനെ നോക്കുന്നതായിരിക്കും. ആ പെങ്കൊച്ച് ചിലപ്പോ ഒരു പെങ്കൊച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരുത്തൻ ഇങ്ങനെ നോക്കിയപ്പോ പെങ്കൊച്ചി ഇഷ്ടപ്പെട്ടില്ല, നീ എന്തിനാടാ എന്നെ നോക്കിയെന്ന് ചോദിക്കുന്ന സമയത്ത് കുറെ എണ്ണം വരും പറയാനായിട്ട്. എന്താണ് പെമ്പിള്ളേരെ ഇങ്ങനെ വഴിയെടുത്താൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ചോദ്യം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പോലീസിനെ വിളിക്കുക, അതും കുഴപ്പമില്ല. അതല്ല, ചിലപ്പോ എന്താണെന്ന് പറഞ്ഞ് പിന്നെ തല്ലു തുടങ്ങും. തല്ലുമ്പോ ഒരാൾ തല്ലുമ്പോ ഈ ബാക്കിയുള്ളവർ എന്താ കേസ് കേട്ടെന്ന് അറിയില്ല. ചോദിക്കുമ്പോ ഇവൻ ആ പെണ്ണിനെ എന്ന് പറയുമ്പോ ബാക്കിയുള്ളവരെല്ലാവരും കൂടി തല്ലണേ. തല്ലിക്കഴിയുമ്പോ ചിലപ്പോ അവന് ഒരുപാട് പരിക്കുപറ്റാം. നിങ്ങളുടെ കാലക്കേട് കൊണ്ട് അവനെങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ തല്ലിയ ആൾക്കാർ തുടക്കം മുതൽ അവസാനം വരെ തല്ലിയ ആൾക്കാർ ആ കൊലക്കേസിലെ പ്രതികളാവും. ആ പെങ്കൊച്ച് രക്ഷപ്പെടും, സിമ്പിൾ ആയിട്ട് രക്ഷപ്പെടും. ഇപ്പൊ ആർക്ക് പോയി? നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും പോയി. നിങ്ങളത് പിടിച്ചു വെക്കുക. ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കാണുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ചു വെക്കുക, കെട്ടിയിടുക, പോലീസിനെ വിളിച്ചു പറയുക, അവര് നോക്കിക്കോളൂ. ഒരിക്കലും നമ്മൾ കയറി അയാളെ ആക്രമിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പൊ എല്ലാവർക്കും